MyG presents Tamasha Bazaar, powered by Jipro Amazing Ceiling Designs. കളിയും ചിരിയും കച്ചവടത്തിന്റെ രസച്ചരടുകളുമായി കുറെ പേരുണ്ട് ഈ ഷോപ്പിംഗ് മാളിൽ. ഇത് ജെനിഫർ ലോപ്പസ് എന്നറിയപ്പെടുന്ന രജനി. ഒപ്പം എന്തിനു വേദനും കൂട്ടായി പച്ചപ്പരിഷ്കാരി റമോയും. വരുന്ന കസ്റ്റമേഴ്സിന്റെ മുഖം വെളുപ്പിക്കാമെന്ന് പറഞ്ഞ് അവരുടെ കുടുംബം വെളുപ്പിക്കലാണ് ഇവരുടെ പ്രധാന വിനോദം. ഈ മോളിലെ പ്രമുഖ വസ്ത്രവ്യാപാരി ബേബിച്ചൻ. ലേറ്റായി വന്ന് ബേബിച്ചായന്റെ ജീവിതത്തിൽ ലേറ്റസ്റ്റായി മാറിയവളാണ് ഭാര്യ ഹണി. പ്രായവ്യത്യാസം തന്നെയാണ് ഇവരെ മൊത്തത്തിൽ വ്യത്യസ്തരാക്കുന്നത്. കാപ്പിയും ചീനിയും വിറ്റ് നടന്ന പാപ്പച്ചൻ ഈ മോളിൽ വന്നപ്പോൾ പേര് ഒന്ന് പരിഷ്കരിച്ചു, കാപ്പച്ചീനോ പാപ്പച്ചൻ. ഒപ്പം മുതലാളിയോട് കൂറുള്ള ഒരു തൊഴിലാളിയെയും പാപ്പച്ചന് കിട്ടി, ഉത്തമൻ. പിന്നെ ഇവരെയൊക്കെ നിലയ്ക്ക് നിർത്താനും പാഠം പഠിപ്പിക്കാനും ഈ മാളിലെ PROയും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മൈ ജനറേഷൻ ഡിജിറ്റൽ ഹബ് പ്രസൻസ് തമാശ ബസാർ കോ-പവർഡ് ബൈ ജിപ്രോ അമേസിംഗ് സീലിംഗ് ഡിസൈൻസിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. இதுக்கு மேலாவது ஏதாவது பண்ண உடம்பு இருக்கும், ஆனா உயிர் இருக்காது. ഇത് ഉയര് മാത്രമേ ഉള്ളൂ, ഉടമ്പ് ഇല്ലല്ലോ ഇത്. എൻ്റെ അടുത്ത് ഡയറക്ടർ ഡേറ്റ് ചോദിക്കാൻ വന്നപ്പോൾ ഇങ്ങനെയൊന്നും അല്ല പറഞ്ഞിരുന്നത്. ബെഡ്റൂം സീനുണ്ട്, കുളി സീനുണ്ട്, ബാത്റൂം സീൻ വരെ ഉണ്ടെന്നാണ് പറഞ്ഞിരുന്നത്. പിന്നെ നീ അഭിനയം അറിഞ്ഞിട്ടാണ് അഭിനയിക്കാൻ വന്നത്. ഏത് നടിയുടെ കൂടെ അഭിനയിച്ചപ്പോഴാണ് കൺട്രോൾ പോയതാ. നിനക്കെന്നാടി ഒരു സന്തോഷം? പെട്ടെന്ന് ഇങ്ങനെ ഞെട്ടണ കേട്ടപ്പോ ഞാനിങ്ങനെ സന്തോഷിച്ചതാ. അല്ല ഇപ്പൊ എന്താ പറ്റിയേ, എന്താ പ്രശ്നം, ആരാ വെട്ടിയേ? നമ്മുടെ ഈ ഷോപ്പിലേക്ക് തുണി എടുക്കുന്ന എവിടുന്നാ? മധുരന്നാണോ? കാശ് അടിക്ക് നമ്മൾ കൊടുക്കാറുണ്ടോ? അതില്ല. ഇല്ല. അതുകൊണ്ട് ഞാൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുക. ഇപ്പൊ കാശിന് വേണ്ടി അവന്മാർ എന്നെ വെട്ടി തട്ടി ഞാൻ സ്വപ്നം കണ്ട്. അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ ഈ പകൽ ഇങ്ങനെ കിടന്ന് ഉറങ്ങിയിട്ടല്ലേ ഇമാതിരി സ്വപ്നമൊക്കെ കാണുന്നേ? അതിന് രാത്രി ഉറങ്ങാൻ നീ സമ്മതിക്കണ്ടേ? ഓരോ പണിയൊക്കെ കാണിച്ചു വെച്ചു. കേട്ടാ ആ പാട്ട് കേട്ടാ? ഞാൻ സ്വപ്നത്തിൽ കേട്ട അതേ മ്യൂസിക്. അപ്പൊ അയാൾ എന്നെ വെട്ടാൻ വരുവാ. ராஜா சொல்வது மட்டும்தான் செய்வேன், செய்வது மட்டும்தான் சொல்வேன். இதுக்கு மேலாவது ஏதாவது பண்ண உடம்பு இருக்கும், ஆனா உயிர் இருக்காது. ഇത് ഉയര് മാത്രമേ ഉള്ളൂ, ഉടമ്പ് ഇല്ലല്ലോ ഇത്. கிழிச்சிடுவேன். കിളിയുടെ അകത്തുള്ള നീയാ കിളിക്കാൻ വേണ്ടി വരുന്നത്.
ആദ്യം നീ താഴേന്ന് കിളുത്തുവാ എന്നിട്ട് നീ കിളിക്കാൻ നോക്കും. ഈ രാജാന്ന് പറഞ്ഞിട്ട് വാൽമാക്രിന്റെ അത്രയേ ഉള്ളൂ ഇത്. അയ്യോ, തമിഴ്നാട്ടിലെ കൊട്ടേഷനൊക്കെ അങ്ങനെയാ. അവർ ആദ്യം പെടുന്ന ഇതേപോലെ ചെറിയ ഐറ്റങ്ങൾ എവിടെ ഉള്ളൂ. അതിൽ ഒതുങ്ങിയില്ലെങ്കിലാണ് വലിയ ആൾക്കാർ വരുന്നത്. എന്റെ അണ്ണേ, ഞാൻ എങ്ങനെയാലും കൊണ്ട് കാശ് തരാം, എന്നെ വെട്ടരുത് പ്ലീസ്. മാമ മാമക്ക് എന്നെ മനസ്സിലായില്ലേ? ഞാൻ ഇവിടുത്തെ ഡേക്കറിലെ കുട്ടിയാ. ഫാൻസി ഡ്രസ്സിന് വന്നതാ ഈ ഗുണ്ടാവേഷം. എങ്ങനെയുണ്ട്? അപ്പൊ നീ കൊട്ടേഷന്റെ ആളല്ല? അല്ല. എന്നതോടോ കാട്ടിക്കൂട്ടിയത് ഞാൻ പേടിച്ചു. മൂത്രം ഓടിക്കില്ലേ? അയ്യോ, അതെന്റെ അച്ഛനാ. ഈ തമിഴനാ? എന്താ തമിഴിന് അച്ഛനായിക്കൂടെ? മനുഷ്യൻ ഇവിടെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണോ അച്ഛനും മോനോടെ ഫ്രാൻസ് ഡ്രസ് കളിക്കുന്നത്? പേടിച്ചു പോയില്ല ഞാൻ. ആ പോടെ ഒറിജിനൽ വാളാണെന്ന്. അയ്യോ എന്റെ വേവിച്ച ഈ രാത്രി ഉറങ്ങേണ്ടത് പകൽ ഉറങ്ങിയിട്ട് ഇങ്ങനെയൊക്കെ കാണുന്നു. ഇതാരും അറിയോ? ഇപ്പൊ ഫാൻസി ഡ്രസ് തൊട്ട് വന്നില്ലേ തന്തേ മോനും, അവനായിരിക്കും. അവനായിട്ട് ഒരെണ്ണം കൊടുത്തിട്ടേ ഉള്ളു. ഞാൻ നോക്കി അതല്ല വേറെയാ. അയ്യോ പെണ്ണച്ചനല്ല ഈ വേവിച്ചൻ. അവൻകിட்ட തള്ളി നില്ല சொல்றா. ഇങ്ങോട്ട് തള്ളി നിൽറാ. ഒന്നും ചെയ്യല്ലേ. இந்த மதுர ராஜையை குறித்து அவன்கிட்ட நல்லா பில்டப் கேட்டி வை. குரங்கு மூஞ்சி, இந்த ஆளு யாருன்னு தெரியுமா? ഇല്ല. நல்லா பாடும் பாட்டுக்காரன், கம்பெடுத்தா வேட்டக்காரன், இலக்கமுள்ள மனசுக்காரன், ஏழைக்கெல்லாம் சொந்தக்காரன்டா. അണ്ണൻ പാടി ഞാൻ ആടി മാനാട് മയിലാട്. അണ്ണന്റെ മയിലാട് നിർത്തിയ കാര്യമായി അല്ലെങ്കിൽ ബാക്കി അറിഞ്ഞുകൂടല്ലേ? വെക്കം വേണോ? எனக்கு திருப்பி கொடுக்கணும். അത് ശരി, ഞാൻ കാശും കൊടുക്കണം തിരുമ്മിയും തരണോ? എന്തുവായത്? ഉനക്ക് എന്നെ தெரியாது. അങ്ങനെ പറയരുത്. എനിക്ക് നല്ല പോണം തെറി ഇവള് ആവശ്യത്തിന് പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ തെറി അറിയാൻ മേലും നിങ്ങൾ പറയരുത്. വേവിച്ചിന് തമിഴ് தெரியாது. അതുകൊണ്ട് എന്നോട് പറഞ്ഞോ, ഞാൻ മലയാളത്തിൽ സർജറി ചെയ്തു കൊടുക്കും, തർജ്ജമ ചെയ്തു കൊടുക്കും. വേവിച്ച നീ എന്നെ നനച്ചിരിക്കற മനസ്സിലായില്ലേ? ഇല്ല. എന്താ നനച്ചിട്ടിരിക്കുന്നേ? നനച്ചിടിയില് മാത്രമല്ല, വീട്ടിലെ അലക്കലെ, പാചകം ചെയ്യലേ, ഇവളെ കുളിപ്പിക്കലേ ഒക്കെ ഞാൻ തന്നെയാ ചെയ്യുന്നത്. അതെ അണ്ണാച്ചി, നിങ്ങളുടെ അടുത്തുനിന്ന് ഞങ്ങൾ തുണി എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പൈസ എത്രയും വേഗം ഞങ്ങൾ തിരിച്ചു തരുന്നതായിരിക്കും. തള്ളിയില്ലേ? சௌக்கியமா இருக்கீங்களா? என்ன அழகு, என்ன சிரிப்பு, என்ன கண்ணழகு. இனி உன்கிட்ட நான் சொல்ல மாட்டேன், உன் மனைவி கிட்ட தான் நான் சொல்லிக்கிட்டே இருப்பா. ഇങ്ങോട്ട് മാറിക്കേ. അത് ശരി, ഞാൻ കാശും തരുവോ ചേട്ടാ. ഇനി എന്റെ ഭാര്യയോട് നിനക്ക് സൊല്ലുവും കൂടെ വേണോടാ? അതെ, ഷൂട്ടിംഗ് ഒന്നും അല്ല. റിയൽ ആയിട്ട് എന്റെ കരുത്ത് വെട്ടാൻ വേണ്ടി വന്ന കൊട്ടേഷൻ പാർട്ടികളാ ഇത്. തമിഴ്നാട്ടിൽ നിന്ന് ഞങ്ങളെ കടയിലേക്ക് കുറച്ച് സാധനം എടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ കാശ് കൊടുക്കാൻ സ്വല്പം ലേറ്റ് ആയി പോയി. അതിന് വന്നിരിക്കുന്ന ഇവര്. അത് കാശ് കൊടുക്കാൻ അണ്ണാച്ചി ഇത് പറഞ്ഞു സോൾവ് ചെയ്യാവുന്ന പ്രശ്നം. അണ്ണേ സമ്മതിച്ച് ഞങ്ങൾ ഇത്ര വരെ എല്ലാരും പറഞ്ഞിട്ട് അങ്ങനെ കേൾക്കുന്നില്ല. ആണോ? നിങ്ങൾ എല്ലാരും പറഞ്ഞു? ഞാൻ വരെ പറഞ്ഞു നോക്കി. എന്റെ ജെലി വരെ പറഞ്ഞു നന്നായിട്ട് പറഞ്ഞായിരുന്നോ? ആണോ? എന്നാ പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ അണ്ണാച്ചിനോട് ഞാനൊന്ന് സംസാരിച്ചു നോക്കാം, നിങ്ങളൊന്ന് മാറി. പിന്നെ ഇത്ര പേര് പറഞ്ഞിട്ട് കേൾക്കാത്ത ഇവിടെ പറയുമ്പോ സമ്മതിക്കാം. എനിക്കൊരു അവസരം താ, ഞാനൊന്ന് സംസാരിക്കട്ടെ. ആയിക്കോട്ടെ, സംസാരിക്കട്ടെ. നമുക്ക് അങ്ങോട്ട് മാറി നിൽക്കാം, സംസാരിക്കും. അതെ மச்சான், உங்க முகத்தை பார்த்து நான் ஒரு உண்மையை சொல்லட்டுமா? உங்களை பார்க்க அந்த சூப்பர் ஸ்டார் இல்லையா ரஜினிகாந்த், அவர் மாதிரியே இருக்கீங்க நீங்க. என்ன அழகு, என்ன கலர், என்ன ஸ்டைலு.
ജനിക്ക് നാണാവൂലേ രണ്ട് തമിഴന്മാരുടെ കൂടെ ഡാൻസ് കളിച്ച് ഛെ, 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 മോശം, അതല്ല മോശം. ഇനി ജനീനെങ്ങാനും അയാള് വെട്ടുവോ? ഏയ്, എവിടാ? ഛെ, ഒറ്റയ്ക്കല്ലേ ആ മുറിക്കകത്തേക്ക് വിളിച്ചോ എടാ നമ്മ നിനക്കൊന്ന് പറഞ്ഞു കൊടുക്കരുത് ഞാൻ മേഡത്തിന് എന്തോ ഐഡിയ ഉണ്ടെന്നേ എന്ത് ഐഡിയ ஐயோ அப்ப எல்லாம் சொன்ன மாதிரி நீங்க அங்க எத்திய உடனே எனக்கு போன் பண்ணணும் അണ്ണ അപ്പൊ കാശ് വേണ്ട അണ്ണ കാശ് എല്ലാം ഒരു കുഴപ്പമില്ല കാശെല്ലാം ആകുമ്പോൾ ഞങ്ങൾ കൂപ്പിട്ടാ മതി ഓടി നാക്കി വരെ കാശ് കിടച്ചാ എടാ അതൊക്കെ അവര് വിളിക്കാൻ നേരത്ത് വല്ലാ മതി പസിക്കാത്ത തെണ്ടി ആളും മേടിക്കണം എല്ലാം എപ്പടി മാത്രം എല്ലാം ഓക്കെ ഓ ബേബിച്ച കണ്ണേ അവിയെ പോട്ട് വാ അല്ല ജെനി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഞങ്ങൾ ഇത്രയും പേര് ഇയാളെ ഒന്ന് പറഞ്ഞു വിടാൻ വേണ്ടിട്ട് പറ്റിയില്ലല്ലോ. നീ എന്താ കാണിച്ചത്? ഞാൻ നിന്നോട് അപ്പോഴേ ചോദിച്ചായിരുന്നില്ലേ നീ നല്ലോണം പറഞ്ഞായിരുന്നോന്ന്. വേറൊന്നുമില്ല, ഞാൻ പുള്ളിയെ അകത്തേക്ക് വിളിച്ചോണ്ട് പോയി വളരെ സ്നേഹത്തോടെ അവിടെ പിടിച്ചിരുത്തി എന്റെ ഫേസ്ബുക്ക് ഒന്ന് തുറന്നു വെച്ചു, 2 വാക്ക് പറഞ്ഞു. പുള്ളിക്ക് കാര്യം മനസ്സിലായി. ഏതാ 2 വാക്ക്? മീ ടു. അതാ അയാൾ അങ്ങനെ പോയേ അല്ലേ? അതല്ല എന്നാലും എന്റെ ബേബിച്ച നാണക്കേടായി പോയി. ഇങ്ങനെ കുറെ ആൾക്കാർ വന്ന് ഈ മോളിൽ ഇങ്ങനെ ബേളം വെച്ചിട്ട്. നിങ്ങൾ എല്ലാരും കൂടി ആള് പൂട്ടിച്ച് അടങ്ങുള്ളൂ. അല്ല ഇതിപ്പോ ഞങ്ങൾ മനഃപൂർവ്വം ഉണ്ടാക്കിയതല്ലേ, പറ്റിപ്പോയതല്ലേ. എന്ത് പറ്റിപ്പോയി? എന്തൊരു ബഹളമായിരുന്നു. അതെ അണ്ണാച്ചിക്ക് ഇച്ചിരി കാശ് കൊടുക്കാണ്ടായിരുന്നു, വെട്ടാമെന്ന് അത് സോൾവ് ചെയ്ത് വിട്ടു. ഞാൻ ഇല്ലായിരുന്നെങ്കിൽ കാണാമായിരുന്നു, അതിപ്പോ സോൾവ് ആവൂലായിരുന്നു. അത് ഞാൻ ഇല്ലായിരുന്നു നീ മാത്രം പറയണ്ട, അത് നല്ല പണിയായിരുന്നു. ഓക്കെ, അതിലും വലിയ പണിയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ആ അവന്മാർ ഇവിടെ നിന്ന് ഈ ഏരിയ വിട്ടു പോവുകയല്ല, അവന്മാരിപ്പോ വണ്ടി തള്ളി 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 മടുക്കും. കാര്യം അവന്മാരുടെ വണ്ടിക്ക് അള്ളു വെക്കാൻ വേണ്ടിട്ട് ഞാൻ അള്ളി രാമേന്ദ്രനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതാണ് ചേട്ടനാ വിവരം അറിഞ്ഞു. പിന്നെ ഞാൻ അറിഞ്ഞു. അപ്പൊ ഏതായാലും അള്ളു രാമേന്ദ്രനും കൂട്ടുകാരൊക്കെ നമ്മളെ കാണാൻ വേണ്ടി ഇവിടെ വരും. അപ്പൊ എല്ലാരും ഒന്ന് ഡീസന്റ് ആക്കി ആ കച്ചർ സ്വഭാവം ഒന്ന് മാറ്റിക്കേ. കടയിലെ കാര്യങ്ങളൊക്കെ നോക്കിയെങ്കിൽ പിന്നെ കേട്ടോ. അപ്പൊ അവര് വരുമ്പോ വിളിച്ചാൽ മതി, ഞങ്ങൾ വിളിക്കും. ഇന്ന് നമ്മുടെ തമാശ ബസാറിൽ നമ്മളെ കാണാനായിട്ട് ഒരു പിടി സൂപ്പർ താരങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. സോ നിങ്ങൾ ഏറ്റവും ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്ന ആ ഒരു സ്പെഷ്യൽ താരത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ പോവാണ്. അള്ള രാമേന്ദ്രൻ എന്ന ഏറ്റവും പുതിയ സിനിമയുടെ വിശേഷങ്ങളുമായി നമ്മളുടെ അടുത്തേക്ക് വരുന്നു നമ്മുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട യൂത്ത് സ്റ്റാർ, ദി വൺ ആൻഡ് ഓൺലി കുഞ്ചാക്കോ ബോബൻ. എന്റെ അമ്മോ, എന്തൊരു പവർ പാക്ഡ് ഇൻട്രോ ആയിരുന്നത്. പിള്ളേരല്ലേ? പിള്ളേരല്ല, ചാക്കോച്ചൻ മാത്രം. വിളിച്ചു. ഞാൻ ചോദിക്കട്ടെ, സാധാരണ നമ്മള് ഇത്രയൊക്കെ കാണുമ്പോൾ ചോദിച്ചു പോകും, വാട്ട് ഈസ് ദ സീക്രട്ട് ഓഫ് യുവർ എനർജി? കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് എനർജി ഭയങ്കരമായിട്ട് കൂടും. അപ്പൊ പ്രിയ ചേച്ചിയാണ് ഇതിന്റെ മൊത്തം എനർജി പാക്കപ്പ് എന്നുള്ളത്. അങ്ങനെ പറയണമെന്ന് പറഞ്ഞാണ് പിന്നെ വിട്ടിരിക്കുന്നത്. നല്ല വീട്ടിൽ ചെല്ലുമ്പോ പണി കിട്ടും അല്ലേ? വെരി ഗുഡ് പ്രിയ ചേച്ചി, നോട്ട് ദ പോയിന്റ്. ഒരുപാട് സൂപ്പർ ഹിറ്റ് സിനിമകൾ ഇങ്ങനെ നിരനിരയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ച് കാലങ്ങളായിട്ട്. ചാക്കോച്ചിന്റെ എന്താ പറയാ, എല്ലാ ടൈറ്റിൽ ക്യാരക്ടേഴ്സ് വന്ന പടങ്ങളും കുടുംബ പ്രേക്ഷകരും യൂത്തും എല്ലാം ഏറ്റെടുത്ത് ഹിറ്റാക്കിക്കൊണ്ടിരിക്കുക. ഇപ്പൊ ആ ലിസ്റ്റിൽ അടുത്തത് അള്ളു രാമേന്ദ്രൻ. പറയൂ അള്ളു രാമേന്ദ്രന്റെ വിശേഷങ്ങൾ. സാധാരണക്കാരനാണ് പുള്ളി, ഒരു പോലീസ് ജീപ്പ് ഡ്രൈവറാണ്. അപ്പോൾ പുള്ളിയുടെ ജീവിതത്തിൽ ഈ എപ്പം വണ്ടി എടുത്താലും ഒരു സമയത്തിന് ശേഷം എപ്പോൾ വണ്ടി എടുത്താലും ആരും അള്ളു വെച്ച് ടയർ പഞ്ചറാക്കും.
ഇത് രാമേന്ദ്രൻ്റെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് വളരെ രസകരമായിട്ട് പറഞ്ഞു പോകുന്നൊരു ഒരു കുഞ്ഞു കഥ. അപ്പൊ ടയർ പൊട്ടിയതിന്റെ വിമിഷ്ടമാണ് ആ മുഖത്ത് നമ്മള് ടീസറിൽ അല്ല, കണ്ട അത് കലിപ്പ്. ഒരു സമയം കഴിയുമ്പോൾ ഇത് പുള്ളിയുടെ പിടിവിട്ടു പോകും. അപ്പോഴാണ് പുള്ളി ഈ പറഞ്ഞ പോലെ ചെറിയ കലിപ്പ് രീതിയിലോട്ട് മാറുന്നത്. അപ്പോൾ ഒരു സമയത്ത് ചാക്കോച്ചൻ റൊമാൻസ് ചെയ്യുന്നതായിരുന്നു പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നതും അല്ലേ? നമ്മളെപ്പോലുള്ള ഒരുപാട് ഗേൾസിന്റെ ടീനേജ് ഡ്രീം ആയിരുന്നല്ലോ ചാക്കോച്ചൻ. അപ്പോൾ ആ ഒരു ലവർ ബോയ് ഇമേജിൽ നിന്നും ഇപ്പൊ വന്ന് ഭയങ്കര കട്ടക്കലിപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി ഒരു തിരിച്ചുപോക്കുണ്ടാകുമോ? ഞാനിതിനു മുമ്പ് കഴിഞ്ഞ വർഷം ചെയ്ത രാമൻ്റെ ഏതം തോട്ടം, അപ്പോൾ അതിൽ ഒരു വളരെ മെച്യൂറായിട്ടുള്ളൊരു ലവ് സ്റ്റോറിയാണ് പറഞ്ഞു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിനുശേഷം വന്നിട്ടുള്ള ഇപ്പോൾ ശിക്കാരി സംഭവമാണെങ്കിലും അല്ലെങ്കിൽ കുട്ടനാടൻ മാറപ്പാപ്പയാണെങ്കിലും അതൊക്കെ വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള റൊമാൻസും ഫണ്ണും ചേർന്നിട്ടുള്ള സംഭവങ്ങളാണ്. എനിക്കൊന്ന് അള്ളുരാമേന്ദ്രനിലേക്ക് വരുമ്പോൾ എൻ്റെ പ്രണയം കുറവാണ്. ഇല്ല, ശരിക്കും നമ്മൾ അള്ളുരാമേന്ദ്രൻ ആദ്യത്തെ ഒരു സോങ് റിലീസ് ചെയ്തായിരുന്നു, ആരും കാണാതെ എന്ന് പറയുന്ന സോങ്. അതിൽ കിച്ചുവും അപർണയുമാണ്, അവരാണ് ശരിക്കും ഈ പടത്തിലെ റൊമാൻറ്റിക് ഹീറോയും കാമുകന്മാർ. നമ്മുടെ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുള്ളൊരു ഇതാണ്. അതായത് കുഞ്ഞാലി മരിക്കാർ, നമ്മുടെ പഴശ്ശിരാജ്, ഇപ്പോൾ ഇങ്ങനെ ഒത്തിരി കായംകുളം കൊച്ചുണ്ണി, എല്ലാ ഹിസ്റ്റോറിക് ആൾക്കാരും ഇപ്പോൾ സ്ക്രീനിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സൂപ്പർ സ്റ്റാർസാണ് എല്ലാം ചെയ്യുന്നത്. ചാക്കോച്ചൻ എന്താണ് ചാക്കോച്ച ഒരു ഹിസ്റ്റോറിക് ക്യാരക്ടറായിട്ട് മറ്റേ വിഷയൊക്കെ വെച്ച് കുതിരപ്പുറത്തൊക്കെ വരുന്ന ഒരു സംഭവം ചെയ്യും? എന്തെങ്കിലും പ്രൊജക്ട്സ് എന്തെങ്കിലും പ്രോജക്ട്സ് ഇപ്പൊ നമുക്ക് വെയിറ്റിംഗ്? അങ്ങനെയൊന്നുമില്ല. 10-20 കൊല്ലം മലയാളി പ്രേക്ഷകർ എന്നെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ, അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 10-20 കൊല്ലം കൂടെ അവർ ഇനിയും സ്നേഹിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചാക്കോച്ച, നമ്മൾ ഈ സിനിമയുടെ ഇപ്പോൾ ടീച്ചർ കണ്ടു, അതുപോലെ തന്നെ പാട്ട് കണ്ടു. അപ്പം അതിൽ അപർണയും കിച്ചും ഉണ്ട്, അതുപോലെ തന്നെ ചാന്ദിനി ഉണ്ടെന്ന് അറിഞ്ഞു. പിന്നെ എന്തൊക്കെയാണ് ഇതിൽ വരുന്ന വേറെ മറ്റ് താരങ്ങൾ ആരൊക്കെയാണ്? കൂടെ ഒരുപാട് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരുപാട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുണ്ട്. സലീമേട്ടനുണ്ട്, ധർമ്മജൻ, ഹരീഷ് കണാരൻ, പിന്നെ എൻ്റെ പേരായിട്ട് വരുന്ന ചാന്ദിനിയാണ്. ആദ്യമായിട്ടാണ് ചാന്ദിനിയോടൊപ്പം ഒരു സിനിമയിൽ അഭിനയിക്കുന്നത്. അതുപോലെ തന്നെ അപർണയോടൊപ്പം ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത്. ചാക്കോച്ചൻ ഏതായാലും ഇതിൻ്റെ താരനിരയെ പറ്റി ഡിസ്ക്രൈബ് ചെയ്തപ്പോൾ തന്നെ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു കാസ്റ്റ് അല്ലേ? നമ്മുടെ പ്രിയപ്പെട്ട ചാന്ദിനി, അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട അപർണ, ബാലമുരളി ആൻഡ് കിച്ചു. So with a big round of applause, let's welcome the threesome. Super! ചാക്കോച്ചൻ തന്നെ പറയൂ, ഭാര്യയായിട്ട് അഭിനയിച്ചിരിക്കണം നമ്മുടെ ചാന്ദിനി. അല്ല, ഞാൻ ഇത് എൻ്റെ ഭാര്യ തന്നെയാണോ എന്ന് സംശയിച്ചു പോയി. ഇതൊരു ബാബി ഡോള് വരുന്ന പോലെ ഉണ്ടല്ലോ. സിനിമയില് സാരി കൊടുത്ത് സാധാരണ വീട്ടമ്മയായിരുന്നല്ലേ? അതെന്റെ വാശി തീർത്തോന്നു. ഇല്ല, ഇത് എന്താ പറയാ, എൻ്റെ അടുത്ത് ഡയറക്ടർ ഡേറ്റ് ചോദിക്കാൻ വന്നപ്പോൾ ഇങ്ങനെയൊന്നും അല്ല പറഞ്ഞിരുന്നത്. ബെഡ്റൂം സീനുണ്ട്, കുളി സീനുണ്ട്, ബാത്റൂം സീൻ വരെ ഉണ്ടെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ എല്ലാം ഉണ്ടായിരുന്നു, പക്ഷെ ഒന്നുമില്ലായിരുന്നു. ചാക്കോച്ചനോട് ഫസ്റ്റ് ആയിട്ട് അഭിനയിച്ചാണല്ലോ, എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിരുന്നു. മോഡുലേഷൻ തീരെ ശരിയല്ല. നന്നായിരുന്നു. നമ്മൾ ഷൂട്ട് ചെയ്ത ആദ്യത്തെ ദിവസം ആദ്യത്തെ സീൻ ഷൂട്ട് ചെയ്തപ്പോൾ ലൈക്ക് കയറി വരുമ്പോൾ തന്നെ ഡി വിജി എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. സോ ആദ്യമായിട്ട് കാണുമ്പോൾ തന്നെ ദേഷ്യത്തോടെയാണ് എൻ്റെ മുന്നിൽ ഇങ്ങനെ വന്നത്. സോ ഞാൻ വിചാരിച്ചത് കുറച്ചും കൂടെ സീരിയസ് ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കും. ഇപ്പോൾ പ്രോഗ്രാം കാണുമ്പോൾ ആൾക്കാർ വിചാരിക്കും എന്നെക്കാളും കലിപ്പ് പുള്ളിക്കാരിയാണ്. എവിടെയായിരുന്നു കുറച്ച് നാളായിട്ട് കാണാനുണ്ടായിരുന്നില്ലല്ലോ. ഞാൻ പഠിക്കാൻ വേണ്ടി ഒരു ബ്രേക്ക് എടുത്തു, വീട്ടിൽ പോയി, അമേരിക്കയിൽ പോയി. പഠിക്കൊക്കെ ചെയ്യല്ലേ? അതെ, കുറച്ചൊക്കെ ഇടയ്ക്ക് പഠിക്കും. സോ അഭിനയം പഠിക്കാൻ അല്ല, സൈക്കോളജിയും ബിസിനസ് പഠിക്കാൻ പോയി. സൂക്ഷിക്കണം കേട്ടോ, സൈക്കോളജി. നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരി ആയിട്ടുള്ള അപ്പോൾ ഒത്തിരി നല്ല സിനിമകൾ നമ്മൾ അപർണയുടേതായിട്ട് പോയ 1-2 വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് യു ആർ ലൈക്ക് എ വെരി ആക്റ്റീവ് മെമ്പർ ഓഫ് മലയാളം സിനിമ റൈറ്റ് നൗ. അപ്പോൾ അള്ളു രാമേന്ദ്രനിൽ ചാക്കോച്ചൻ്റെ പെങ്ങളായിട്ടാണ്. ഇത് എങ്ങനത്തെ പെങ്ങളാണ്? കുറുമ്പിയാണോ അതോ കുടുംബത്തെ വഞ്ചിച്ച് കാമുകന്റെ കൂടെ ഒളിച്ചോടി പോകാൻ തയ്യാറായി നിൽക്കുന്ന കശ്മലി ആയിട്ടുള്ള അനീതിയാണോ? നല്ല കുറുമ്പൊക്കെ ഉണ്ട്, പക്ഷെ രണ്ടാമത് പറഞ്ഞ കാര്യമില്ല, ഇല്ല. തേപ്പ് വേണ്ടെന്ന് വെച്ചു തൽക്കാലത്തേക്കല്ലേ? ഞാന് തേക്കുന്ന ആൾക്കാരെ എടുക്കലും തേക്കുന്ന പരിപാടിയൊക്കെ തേപ്പ് കുറച്ച് കാലത്തേക്ക് ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ്. അല്ല, അത് അവരിനെ പറ്റി നമ്മൾ സ്ഥിരം കേൾക്കുന്ന ഒരു ട്രോൾ സബ്ജക്റ്റ് ആണത്. അപ്പൊ അവരുടെ ക്യാരക്ടറിന്റെ പേര് സ്വാതി. അള്ളു രാമേന്ദ്രന്റെ പെങ്ങള്, ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോഴാണ് ഈ ചേട്ടനെ കാണുന്നേ. പിന്നെ ഈ ചേട്ടൻ പറയുന്നത്
പണ്ടത്തെ സിനിമയിലൊക്കെ ചേട്ടൻ, അതായത് അനിയത്തിയെ ഒരുത്തൻ പ്രേമിച്ചു കഴിഞ്ഞാൽ ചേട്ടൻ പോയി തല്ലുക, കുത്തിനു പിടിക്കുക, അതൊക്കെ അങ്ങനത്തെ ഒക്കെ രംഗങ്ങളൊക്കെ ഉണ്ടോ? ഇല്ല, ഇത് അറിയിക്കാതെ, വീട്ടിൽ അറിയിക്കാതെ ഉള്ളൊരു സംഭവം പരിപാടികളൊക്കെയാണ്. എന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് കുടുംബക്കാരെ തേച്ചിട്ട് പോകുന്ന കശ്മീരി പോകൂല. നമ്മൾ സാധാരണ വീട്ടിൽ പ്രേമിക്കുമ്പോ ആദ്യം തന്നെ പോയി വീട്ടുകാരോട് പറയില്ല. ഓക്കെ അതുകൊണ്ട് നമ്മൾ രഹസ്യമായിട്ട് വെച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഇപ്പൊ വീട്ടിലും ഉണ്ടല്ലോ. അതെ. ഇതിന് മുമ്പ് 3 പേരുണ്ടായിരുന്നു. അവരൊക്കെ അവരവരുടെ വീട്ടിൽ പോയി. സോ കിച്ചന്റെ ക്യാരക്ടർ എന്താണ് ഇതില്? ക്യാരക്ടറുടെ പേര് ജിത്തു എന്നാണ്. മാന്യമായിട്ട് ഈ കുട്ടിയെ പ്രേമിച്ചുകൊണ്ട് പോകുന്ന ഒരു പാവം ക്യാരക്ടറാണ് എൻ്റെ. നിങ്ങൾ 3 സിനിമയില് 3 സിനിമ. എങ്ങനെയുണ്ട് ചാക്കോച്ചനുമായിട്ടുള്ള ഒരു സഹവാസം? അത് ഫസ്റ്റത്തെ സിനിമയിൽ പറഞ്ഞ പോലെ ക്ലാസ്സിലെ നല്ല കുട്ടി. എല്ലാ തല്ലിപ്പൊളിത്തരവും ചെയ്തിട്ട് പിന്നെ എല്ലാരും മാർക്ക് വാങ്ങി പോവൂലേ, ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന ഒരു സ്റ്റുഡന്റ് ആണ് ചാക്കോച്ചൻ. നീ എനിക്ക് പറ്റിയ പെങ്ങളല്ല. ஒரு பஞ்சு விக்கெட் அண்ணை இந்த பஞ்சியா நல்ல கொடுத்துரும். யாரா இங்க முள்ளு ராஜேந்திரன்? யாரா இங்க முள்ளு ராஜேந்திரன்? ஏய் முள்ளல்ல அண்ணை, அள்ளு அள்ளு. ஆமா ஆமா, ஆரா இங்க அள்ளு ராமேந்திரன்? ഞാനാണ്. நீங்க யாவள ராமேந்திரன்? இந்த ஆளை தெரியாதா? நான் எங்கேயோ பார்த்த மாதிரியே இருக்கு. யாரு இது? அண்ணா இந்த ஆளு கேரளத்துல பெரிய நடிகர். அப்படி சொல்லுங்க. ஐயோ தப்பு பண்ணிட்டீங்களே. ஐயோ சாரி சார், சாரி சார். ஒருபாடு சினிமா நான் பார்த்தேன். அப்படியா? என்ன இவர் பேர் என்னது? என்ன இவர் பேர் என்னது? கலிங்க சசி. ஆனா முட்டாள். கலிங்க சசியா? பின்ன யார்? அவர் பார்த்தால தெரியலையடா. இதான கோட்டையம் பிரதீப். அப்படி சொல்லணும். ஐயோ 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 ஐயோ. ஏய் நீங்க பண்ணது ரொம்ப தப்புன்னு. എന്നാന്ന് വെച്ചാൽ ഞാൻ അവിടുന്ന് ഒന്നാമത് തമിഴ് എനിക്ക് വലിയ വശമില്ല. ഞാൻ കേരളത്തിൽ അവിടുന്ന് ഇവിടെ വരെ വന്നു. തിരിച്ചു പോകാൻ വേണ്ടി എന്റെ വണ്ടിക്ക് നിങ്ങൾ അള്ളു വെച്ചു. നിങ്ങൾ അതിന്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അറിയാൻ പാടാത്തോണ്ട് അറിയോ? പിന്നെ അല്ലാതെ എന്നെ നോക്കി, എന്നെ അവിടെ കൊച്ചു നോക്കിയിരിക്കും. അതറിയോ നിങ്ങൾക്ക്? കൺമണി നോക്ക്, என்ன அருமையான காமுகி கண்மணி என்ன பார்த்து ரயில்வே ஸ்டேஷன்ல இருக்கு. எனக்கு அவளை കാണാൻ വേണ്ടി പോണം. അവക്ക് വേണ്ടി എന്റെ കയ്യിൽ ഞാൻ കൺമണി പച്ച വരെ കുത്തിയിട്ടേക്കും. അറിയോ? പച്ച കുത്തി വെച്ചേക്കുവാ. ഇവിടെ എന്താ കുത്തി വെച്ചിരിക്കുന്നത്? അത് കൺമണിയുടെ തമ്പി മുത്തു കത്തിക്ക് കുത്തിയത്. എന്തായാലും നിങ്ങൾ ഞങ്ങളോട് കാണിച്ച വൻ ചതിയായി പോയി, വൻ ചതി. ഇനി നിങ്ങൾ കാണിച്ച മഹാ ചതിയായി പോയി. എന്നാ കാര്യത്തിൽ എന്റെ വണ്ടിക്ക് നിങ്ങൾ ആള് വെച്ചത്? ഇനി ഞാൻ അങ്ങോട്ട് പോവാം. നമ്മൾ പോയേക്കാം. നമുക്ക് പോയേക്കാം. ഞങ്ങൾ പോകുന്ന വണ്ടിക്ക് അള്ളു രാമേന്ദ്ര നീക്ക എപ്പടി വന്ന് അള്ളു വെക്കണം എനക്കൊന്ന് നോക്കണം. അള്ളു വെച്ചാൽ അള്ളു വെക്കാൻ പറ്റത്തില്ല. എന്താ പറ്റാത്തത്? ഞങ്ങൾ മധുര എക്സ്പ്രസിനാ പോകുന്നത്. നിങ്ങൾ ആ വണ്ടിക്ക് എങ്ങനെ അള്ളു വെക്കാൻ എന്നെ പാത്തിട്ട് രാജ. ഒന്നും വിചാരിക്കരുത് ചാക്കോച്ച, ഇതൊരു മോളാണ്. അപ്പൊ ഇവിടെ നമുക്കിങ്ങനെ ആര് കേറി വരണം കേറി വരണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല. എല്ലാ അലവലാദികളും വലിഞ്ഞു കയറി വരുന്ന ഒരു സ്ഥലമാണ് ഞങ്ങളുടെ മോള്. അല്ല നിങ്ങൾ പൊതുവേ പറഞ്ഞാണോ? അതായത് ഞാൻ വിളിച്ചു വരുത്താതെ വരുന്നവരെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങളിപ്പോ ഞാൻ വിളിച്ചിട്ടാണല്ലോ വന്നത്. മനസ്സിലായി ആണല്ലേ? അപർണ അതെ, ചാന്ദ്രി അതെ, രണ്ടുപേരും നല്ല അടിപൊളി ഡാൻസുകാരാണെന്ന് എനിക്കറിയാം. ഒത്തിരി സ്റ്റേജ് ഷോസില്. അല്ല അതാണല്ലോ, അത് പിന്നെ നമ്മുടെ ഡാൻസർ ഓഫ് ദ കേരള എന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചാക്കോച്ചിനെ കഴിഞ്ഞിട്ടുള്ളൂ വേറെ ആൾക്കാർ. നിങ്ങളെ ഞെട്ടിക്കുന്ന ഒരു സത്യം ഞാൻ പറയട്ടെ. പറയൂ ചാക്കോച്ച. ഏറ്റവും ബെസ്റ്റ് ഡാൻസർ എന്ന് പറയുന്നത് ദോ ശരിക്കും കിച്ചു നന്നായി പാട്ടും പാടും. ഈ ഫാമിലിയിലേക്കാ വരാൻ പോണേ. അതോ ഗതിയാണ് പോലെ. പക്ഷെ ഇവരൊക്കെ ഇത്രയൊക്കെ പറയുമ്പോ ഞങ്ങൾക്ക് അതിന്റെ സത്യാവസ്ഥ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാന്ന്. അതെ, സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ പക്ഷെ എനിക്ക് ഡാൻസ് കളിക്കാൻ എന്തായാലും പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ തന്നെ ഓൾറെഡി ഒരു തെറ്റ് ചെയ്തു. കൊച്ചു പാട്ട് പാടും. അപർണ പറഞ്ഞു അപർണ പാടും. അപ്പൊ എന്താണ് കിച്ചു അതിന്റെ എനിക്ക് ഡാൻസ് കളിക്കാൻ പിന്നെ നീ അഭിനയം അറിഞ്ഞിട്ടാണ് അഭിനയിക്കാൻ വന്നത്. ഡാൻസ് കളിക്കാം. ഡാൻസ് കളിക്കും. ഡാൻസ് ചെയ്ത് കഴിഞ്ഞു തളർന്ന് തകർന്നിരിക്കുകയാണ്. കുടുംബ ഡാൻസ് കൂടെ ഉണ്ട്. കുടുംബ ഡാൻസാ? ഒരു അല്ല രാമേന്ദ്രൻ ഫാമിലി വക സകുടുംബം പെർഫോം ചെയ്യുന്ന ഒരു ഡാൻസ് പെർഫോമൻസിലേക്ക് കടക്കാം. Let's have the music.
ഡാൻസ് കൈ കളിച്ചാ പോരാ കമോൺ. ഇങ്ങനെയൊക്കെ ചെയ്യാം. കുറച്ച് മതി. ഓഹോ ആ ഹലോ. ഹലോ. നീ ഇവർക്ക് സക്സസ് ഒക്കെ വിഷ് ചെയ്ത് ഇവരെ പറഞ്ഞു വിടാനുള്ള ഉദ്ദേശമാണോ? ഇല്ല ഒരിക്കലും ഇല്ലല്ലോ. നമുക്ക് ചാക്കോച്ചൻ, ചാന്ദിനി, അപർണ, കിച്ചുനെ ഒക്കെ കിട്ടിയിട്ട് അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ. അതിനല്ലേ ഞാൻ ഇത് മുന്തിത്തള്ളി കഷ്ടപ്പെട്ട് വന്നത്. അപ്പൊ വേറൊന്നുമില്ല, ഇതിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങൾക്ക് 4 പേരുള്ളതുകൊണ്ട് ഇന്ന് ഇവര് ലക്കിയാണല്ലേ. അത് സാധാരണ ഇവിടെ എല്ലാരും ഓരോരുത്തരും വന്ന് പെട്ടുപോകുന്നതാണ്. ഇത്രയും ചോദ്യത്തിന് ഒറ്റയ്ക്ക് ഉത്തരം പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഇന്നിപ്പോ 4 പേരുള്ള സുഖമായിട്ടാ 4 പേർക്കുള്ളതേ ഉള്ളൂ. ഇവന് എ മതി. തുടങ്ങിയാലോ? ഞാനോ? കിച്ചു, ചാന്ദിനി, അപർണ ബാലമുരളി, സണ്ണി ലിയോണി എന്നിവർ സഞ്ചരിക്കുന്ന ഫ്ലൈറ്റിന്റെ എഞ്ചിൻ കേടായി. ഫ്ലൈറ്റിൽ 2 പാരഷൂട്ടേ ഉള്ളൂ എന്നറിയാവുന്നത് കിച്ചുവിന് മാത്രമാണ്. ഈ ക്വസ്റ്റ്യൻ കിച്ചുവിനുള്ളതാണ് കേട്ടോ. ചാക്കോച്ചൻ എടുത്താണെങ്കിൽ അതെ, ബുദ്ധിയുള്ളവർ ആദ്യം പറയുമ്പോ അനുസരിക്കണം. മര്യാദക്ക് പറഞ്ഞ ഇതെടുക്കാൻ. ഇതിങ്ങനെയാണ് കളിയെന്ന് എനിക്കറിയോ. അപ്പൊ ആർക്ക് പാരഷൂട്ട് കൊടുക്കും? അത്രേ ഉള്ളൂ. ആ എഞ്ചിൻ കേടാക്കിയത് നീയാണോ എനിക്ക് ഡൗട്ട്. അല്ല, എഞ്ചിൻ കേടാക്കിയത് വേറെ ആരെങ്കിലും ആണോ എന്ന് എനിക്ക് സംശയം. 2 പാരച്യൂട്ടല്ലേ ഉള്ളൂ. അത് ഞാനും തണ്ണിലും കൂടി പോകും. ഇവരെനിക്ക് അറിയാലോ. അപ്പൊ ഓക്കെ, ഇനിയിപ്പോ അടുത്ത ക്വസ്റ്റ്യൻ. ഇനിയിപ്പോ ഞാനായിട്ട് പറയുന്നില്ല, ആർക്കാന്ന് വെച്ചാൽ ചാക്കോച്ചനുള്ള ക്വസ്റ്റ്യൻ ആണ്. വെരി ഗുഡ്. സ്റ്റേജിലുള്ള എല്ലാ ഫീമെയിൽ ആർട്ടിസ്റ്റുകളുടെയും കൂടെ ഒരു ഡാൻസ് കളിക്കാമോ? ഇതൊക്കെ ഒരു ശിക്ഷയാണോ? അതാ ഞാൻ പറഞ്ഞ, ഞാൻ നല്ല കാര്യങ്ങൾ കൊണ്ടേ വരാവൂ. പിന്നെ ഡാൻസ് നമുക്ക് ഈ വക ചോദ്യമൊക്കെ. സ്റ്റേജിലുള്ള എല്ലാ ഫീമെയിൽ അങ്ങനെ എല്ലാരും 1 2 3 നിന്നെ ഒന്ന് ഫീമെയിൽ ആയിട്ട് ഫീമെയിൽ ആയിട്ട് കൂട്ടിന്നാണ് പറഞ്ഞു. റെഡിയാണോ എന്നുള്ളതാണ് ചോദ്യം. റെഡിയാണോ? ഓക്കെ, ഇനി ആരാ അപ്പു എടുത്തിട്ടില്ലല്ലോ ചുറ്റൊന്നും? കമോൺ. ചാന്ദിനിയുടെ അഭിനയം പോരാ എന്ന് പറഞ്ഞ് ഒരു ട്രോൾ ഇറങ്ങിയാൽ സത്യമല്ലേ ഓക്കെ, ഇനി അഥവാ അങ്ങനെ ഒരു ട്രോൾ ഇറങ്ങിയാൽ അവർക്ക് എന്ത് മറുപടി കൊടുക്കും? ആരെങ്കിലും നമ്മളെ കളിയാക്കുമ്പോൾ അല്ലെങ്കിൽ കുറ്റം പറയുമ്പം അവർക്ക് കുറച്ചും കൂടെ അറ്റൻഷൻ കൊടുക്കുമ്പോഴാണല്ലോ അത് വാലിഡ് ആവുന്നത്. അത് സത്യമല്ലെങ്കിൽ അതെ, സത്യമല്ലെങ്കിൽ ഇൻ കേസ് സത്യമാണെങ്കിൽ കിച്ചുന്റെ ചാൻസ് ആണത്. ചാക്കോച്ചൻ,
ഞാൻ ഉത്തരം പറയണം. ഈ ചോദ്യം നീ ചോദിക്കണം. ഞാൻ ചോദിക്കട്ടെ ഞാൻ ചോദിക്കണോ? അതെ. ഏത് നടിയുടെ ചാക്കോച്ച എന്തോ ഏത് നടിയുടെ കൂടെ അഭിനയിച്ചപ്പോഴാണ് കൺട്രോൾ പോയതാ ഇവള് ചോദിച്ചേക്കുന്നത്? ഞാനല്ല. ഞാൻ ചോദിച്ച ചോദ്യം ഒന്നല്ല കേട്ടോ. കൺട്രോൾ എന്ന് പറയുമ്പോൾ 2-3 രീതിയിലുള്ള കൺട്രോളുകൾ. ഞങ്ങൾ ഉദ്ദേശിച്ചത് അത് തന്നെയാണ്. മറ്റേ അതന്നെയാണ്. ഈ വികാരത്തിന്റെ കടിഞ്ഞാൻ പൊട്ടിയത് എന്നുള്ള ലൈനായിരിക്കും. എന്റെ 30 വർഷത്തെ സർവീസിലേക്ക് 35 5 വയസ്സ് കുറച്ചു. എന്നാലും ചാക്കോച്ച ഓർത്തെടുക്കാൻ പറ്റുന്ന ആ ഒരു മുഖം. എനിക്ക് അങ്ങനെ കൺട്രോൾ പോകാറില്ല. ഞാൻ എല്ലാവരും വളരെ സംയമനം പാലിക്കാറ്. സംയമനം പാലിക്കാറുണ്ട്. അപ്പോ അത് കഴിഞ്ഞു. അടുത്തത് എനിക്ക് ഉത്തരം പറയാനൊന്നും കിട്ടിയില്ല. അയ്യോ, നിനക്ക് ഇപ്പൊ ആരെങ്കിലും ശരിയാക്കി എടുത്ത് കൊടുക്കൂ. ഇതെല്ലാം കൊടുക്ക്. ഞാൻ തന്നെ എന്റെ ചോദ്യം എടുത്തോളാം. ഇതെന്താണത്? എന്റെ ചോദ്യം. ഞാൻ ചോദിക്കാം. ചോദ്യം കിട്ടി. കൂടെ അഭിനയിച്ച നായകനിൽ കല്യാണം കഴിക്കണമെന്ന് തോന്നിയത് ആരെ? 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 പറഞ്ഞോളൂ. പറ. ഐ ആം ഓൾറെഡി മാരീഡ്. അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ പേര് പറയാം. ഇവൻ 2 പ്രാവശ്യം മാരീഡ്. കൂടെ അഭിനയിച്ച നായകന്മാര്. എന്നാൽ ഏതെങ്കിലും ഒരു സിനിമ നടന്ന ഏതെങ്കിലും പ്രായത്തിൽ കല്യാണം കഴിക്കുന്നു. ആരെ? 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ അടിപൊളി. എനിക്ക് വേണം, എനിക്കിത് വേണം. ലേശം വൈകിപ്പോയി. ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് പ്രേം പൂജാരി എന്ന് പറഞ്ഞ സിനിമ കാണുന്നത്. അന്ന് പോലെ പ്രേമായിരുന്നു. എന്റെ ആദ്യത്തെ സെലിബ്രിറ്റി ക്രഷാ. ഇങ്ങനത്തെ കളിയാ വഷളന്മാരുടെ കയ്യിലുള്ളേ. നിന്നോടൊന്നും കൂട്ടില്ല. എന്താ കയ്യിലുള്ള തോന്നിയാസം? നിന്നോടെ എനിക്ക് കൂട്ടുള്ളൂ. നിനക്ക് ഒരു തോന്നിയാസമില്ല. നീ മുത്താണ്. ചാന്ദ്ര എടുക്കും. ജോഡികളായി തിരിഞ്ഞ് ഇമവെട്ട് മത്സരം. കണ്ണോട് കണ്ണും നോക്കി. അതായത് കണ്ണും കണ്ണും നോക്കിയിരിക്കുമല്ലോ നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും. അത്രേ ഉള്ളൂ. കേളി സിനിമയിൽ ചേർ. അപ്പൊ ജെനി ഈ ഒരു മേശയും കസേരയൊക്കെ ഇട്ട് അതിന്റെ അപ്പുറം ഇരിക്കണം അല്ലേ? അതിനുള്ള സൗകര്യങ്ങളൊക്കെ നമ്മൾ ഒരുക്കി കൊടുക്കണം. കൊടുക്കണം. അതെ. അപ്പൊ ഉത്തമ്മ, റെമോ, ഇവിടെ ആരാ ഉള്ളേ? 2 ചെയർ ഇട്ട് തന്നാൽ തുടങ്ങട്ടെ? 3, 2, 1, start. അയ്യോ, എന്നെ നോക്കാണ്ട് ഇങ്ങനെ നേരെ ഇങ്ങനെ വെറുതെ നോക്കിയാൽ മതി. ഞാനിപ്പോ കരയും. അതെ, കരഞ്ഞു കരയല്ലേ? കണ്ണുപൂട്ടല്ലേ? ബെസ്റ്റ്. തോറ്റവരെ അവരുടെ കാര്യമൊന്നും നടക്കണ്ട. ഇല്ല, ഇല്ല, അവര് ഇട്ട് കൊടുത്തല്ലോ. ഇട്ട് കൊടുക്കരുത്. കിച്ചു ഇപ്പൊ കരയുന്നു. പൂട്ടരുത്. വിജയിച്ചിരിക്കുകയാണ്. നമുക്കിത് തന്നെയാണ് വിധി. അപ്പൊ ഏതായാലും ഈ എന്താ പറയാ മത്സര തീവ്രതയേറിയ ആ ഒരു കണ്ണും കണ്ണും വെട്ടാതുള്ള ആ ഒരു മത്സരത്തിൽ വിജയായിരിക്കുന്നത് അല്ല രാമേന്ദ്രൻ ആൻഡ് വൈഫ് വിജി. കൺഗ്രാറ്റുലേഷൻസ്. ലേശം കണ്ണീര് പൊഴിച്ചിട്ടാണെങ്കിലും അവരെ സാധിച്ചെടുത്തു. അതെ, സാധിച്ചെടുത്തു. അവരുടെ കയ്യിൽ നിന്ന് പോയല്ലേ. ഓക്കെ, അപ്പോ അള്ള രാമേന്ദ്രൻ ആൻഡ് ടീമിന് ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. കഴിച്ചോ, തരാല്ല. ബഹളം വയ്ക്കല്ലേ മോനെ. കഴിച്ചോ. ബിസ്ക്കറ്റ് വേണം. ബിസ്ക്കറ്റ് കഴിച്ചോ, ബിസ്ക്കറ്റ് കഴിച്ചോ. പിന്നെ 2 മണിക്കൂറത്തേക്ക് എന്നോട് ബഹളം ഒന്നും ഉണ്ടാക്കരുത്. കഴിച്ചോ. എന്ത് സിനിമാടന്മാരൊക്കെ നിൽക്കണ, നീ വെറുതെ എന്റെ വില കളയരുത്. ഞാനൊരു SI ആണ്, മനസ്സിലായില്ല? നമസ്കാരം. നമസ്കാരം. എന്ത് ചെയ്യാനാന്നേ ഒന്നും പറയണ്ട കേട്ടോ. ഞാൻ 2 ദിവസം മുമ്പ് ഇവനെ ഹെൽമെറ്റ് ഇല്ലാണ്ട് ഞാൻ വഴി വെച്ച് പിടിച്ചായിരുന്നു. അപ്പൊ ഇവൻ എന്നെ ഇന്ന് വെട്ടിച്ച് ഓടാൻ നോക്കി. അപ്പൊ തന്നെ ഞാൻ വിലങ്ങിട്ട് പൂട്ടി. പക്ഷേ വിലങ്ങിന്റെ താക്കോല് കാണാനില്ല. അതെവിടെയോ പോയി. ഇതിനാണ് ഡ്യൂപ്ലിക്കേറ്റ് താക്കോലും ഇല്ല. എന്ത് ചെയ്യുന്ന ഞാൻ കിടന്ന് അനുഭവിക്കുക. എന്റെ ദൈവം, ചേട്ടാ ഇതെല്ലാം പോട്ടെ. അടുത്ത ആഴ്ച എന്റെ കല്യാണം. അതിനു മുമ്പെങ്കിലും ഇതൊന്ന് അഴിച്ചു തരുമോ നിങ്ങള്? ഇവൻ ഈ കല്യാണം പ്രമാണിച്ച് ഇതുണ്ടെങ്കിലും കുഴപ്പമില്ല. അഡ്ജസ്റ്റ് ചെയ്ത് താലി കെട്ടാലോ, അല്ലേ? കെട്ടാലോ, അത് കെട്ടണോണ്ട് കുഴപ്പമില്ലല്ലോ. താലി അഡ്ജസ്റ്റ് ചെയ്ത് കേട്ടാ ആദ്യ രാത്രി എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും ഞാൻ? അത് പറയും വില നിങ്ങളൊക്കെ എന്താ ഇവിടെ? ഞങ്ങള് അള്ള രാമേന്ദ്രൻ എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ടൊക്കെ വന്നതാണ്. ആ കൈ മേലെങ്കിലും പിടിച്ചടാ. നിങ്ങളെ കാണാതിരിക്കായിരുന്നു ഞാൻ. എന്തുപറ്റി? ഇവിടെ അള്ള രാമേന്ദ്രൻ ആയിട്ട് വന്നിരിക്കല്ലേ? ഞാൻ ഈ സ്റ്റേഷനിലെ ഒരു SI ആണ്. എന്റെ കഥയെടുത്ത് നിങ്ങൾ സിനിമയാക്കി. അതെന്തൊരു മോശം പരിപാടിയാ അത്. ഒരു കഥയും ഇല്ലാതെ സാറിന്റെ കഥയെടുത്ത് സിനിമയാക്കിയോ?
പുതിയ 2 പിള്ളേരാണ് കഥ എഴുതിയിരിക്കുന്നത്. അള്ളു രാമേന്ദ്രൻ എന്ന് പറഞ്ഞ സിനിമയുടെ. അത് എന്റെ പേരാ. അത് അള്ളു രാമേന്ദ്രൻ. അള്ളു രാമേന്ദ്രൻ അല്ല, എന്നെ ഈ സ്റ്റേഷൻ അതിർത്തിയിൽ എല്ലാവരും വിളിക്കുന്നത് തള്ളു രാമേന്ദ്രൻ എന്നാണ്. ആ പേരെടുത്ത് നിങ്ങൾ സിനിമയാക്കി. തള്ളു രാമേന്ദ്രൻ വിളിക്കുന്ന കാര്യം ഞാനുള്ള സത്യങ്ങൾ വിളിച്ചു പറയും. അത് ചിലർക്ക് ഇഷ്ടപ്പെടൂല. അത് മാത്രമല്ല എട്ടരയാകുമ്പോൾ ബിവറേജ് കിടന്ന് നല്ല തള്ളുന്നത്. അതുകൊണ്ട് ഇങ്ങനെയാണ് ഇപ്പൊ നാട്ടുകാരിപ്പോ കള്ള് രാമേന്ദ്രൻ ആക്കാനുള്ള പ്ലാൻ ഉണ്ടെന്നൊക്കെ അറിഞ്ഞ് സൂക്ഷിക്കുക. ആദ്യം തള്ളരാമേന്ദ്രൻ എന്നായിരുന്നു, അത് മാറിയതാ. പിന്നെ തള്ളരാമേന്ദ്രൻ, ആ 2 പിള്ളേരുള്ള തള്ളയായിരുന്നു ആദ്യം എന്റെ ഭാര്യ. അതിനെ ഉപേക്ഷിച്ചു. അങ്ങനെ തള്ളരാമേന്ദ്രൻ, തള്ളു രാമേന്ദ്രൻ, ഇപ്പൊ നിങ്ങൾ അള്ളു രാമേന്ദ്രൻ. അത് മോശമായി പോയി. പക്ഷെ വേറൊരു കേസുണ്ട്. തള്ളു രാമേന്ദ്രൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. മതിയടാ, പൊക്കിയത് മതിയടാ. പക്ഷെ ഞങ്ങൾ ഇവിടുത്തെ വലിയ വലിയ ഹോട്ടലിന്റെയും വലിയ വലിയ റിസപ്ഷന്റെ അതിനൊക്കെ ഡോറിലൊക്കെ സാറിന്റെ പടവാ ഒട്ടിച്ചേക്കുന്നത്. സാറിന്റെ പടം ഒട്ടിച്ചിരിക്കും. അന്നേരം പിന്നെ തള്ളുകാരൻ എഴുതി വെക്കേണ്ട കേസില്ലല്ലോ, സാറിന്റെ പടം ഒട്ടിച്ചാലല്ലേ. അതിനും വലിയ തള്ളു സ്വപ്നത്തിൽ മാത്രം. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ നിങ്ങളെ വെച്ചൊരു പടം എടുത്തോട്ടെ, അതിന് വിരോധമുണ്ടോ? അത് പ്രശ്നമൊന്നുമില്ല. പുതിയ പ്രൊഡ്യൂസേഴ്സ് വരുന്നത് നമുക്ക് എപ്പോഴും സന്തോഷമുള്ള കാര്യമുള്ളൂ. നിങ്ങളെ ഇവരെ വെച്ച് ഞാൻ ഒരു പടം എടുക്കുന്നു, നിനക്ക് വിരോധമുണ്ടോ? എനിക്ക് നിങ്ങൾ നോ ചേർന്ന് നിന്നോടാ. ഒരു പടം എടുത്തേക്ക് ഏതായാലും ചേർന്ന് വെച്ചോളൂ. ചേർന്ന് ഞാൻ ഏതായാലും ചാക്കോച്ചിനൊരു അവസരം തരാൻ കേട്ടോ. ഞാനൊരു സ്ക്രിപ്റ്റ് റൈറ്ററാണ്, ഞാനൊരു കഥ എഴുതി വെച്ചിട്ടുണ്ട്. ആ കഥ ഉടനെ സിനിമയാകും. ഞാൻ പേരൊക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ്. കുത്തുവാള ഞാൻ സിനിമയ്ക്ക് പേരിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ഇവനും കൂടെ കഥ എഴുതിയ പത്രത്തിൽ പരസ്യമൊക്കെ കൊടുത്ത് ഈ സിനിമ എടുക്കാൻ പറ്റുന്ന പ്രൊഡ്യൂസറാണ്. പക്ഷെ ഇതുവരെ പ്രൊഡ്യൂസർ ഒന്നും വന്നില്ലെന്ന്. എന്താ കാര്യം? ഈ കുത്തുവാള എടുക്കാൻ പറ്റിയ പ്രൊഡ്യൂസർ ഉണ്ടെങ്കിൽ ഞാനുമായിട്ട് ബന്ധപ്പെടുക എന്നാണ് പത്രത്തിൽ പരസ്യം കൊടുത്തത്. ആരും അങ്ങോട്ട് വീഴുന്നില്ല. അതാണ് എന്താണെന്ന് അറിഞ്ഞുകൂടാ. അവരുടെ മുമ്പിൽ ഞാൻ അവരെ വെച്ച് പടം എടുക്കാൻ പോകണം. നീ എനിക്ക് ചൊറിഞ്ഞു തന്നെ അങ്ങോട്ട്. എടാ, അവരെ മുമ്പിൽ നാറ്റിക്കില്ല, അവരെ വെച്ച് പടം പിടിക്കായിരുന്നു. എനിക്ക് ഇച്ചി മുള്ളണം, ഒന്നിനെ പോണം. പോയിട്ടോ? അതെങ്ങനെ? എനിക്ക് സ്വാതന്ത്ര്യമായിട്ട് പോകണ്ടേ? ഇത് ഇങ്ങനെ ഞാനൊന്നും ഇങ്ങനെ പോവാനാ? ഞാൻ മനുഷ്യാവകാശ കമ്മീഷന് കേസ് കൊടുക്കും. എന്റെ അവകാശങ്ങളാണ് അല്ലേ. ഞാനും ചത്തു കൊടുക്കാൻ ആര് സമാനം പറയും. ഇതെല്ലാം കേസ് കൊടുക്കണ്ട, ഞാൻ നിന്നെ കൊണ്ടുപോക്കണം. കൊണ്ടുപോക്കണം. എന്റെ ദൈവമോ, എന്ത് ചെയ്യാനാ? എല്ലാം ഞാൻ തന്നെ ചെയ്യണം. ഒരു പ്രതിനെ കൈ കിട്ടിക്കഴിഞ്ഞാലുള്ള കുഴപ്പം. ഈ താക്കോല് ഞാൻ ഇതോടെ പോയി തപ്പുന്നതാണ്. അങ്ങനെ നമ്മുടെ അള്ളു രാമേന്ദ്രൻ ഫാമിലിയിൽ നിന്നും ഒരു കൊച്ചു ഗായിക, കേരളത്തിന്റെ അതിപ്രശസ്തിയായ വനപാടി നമ്മുടെ പ്രിയപ്പെട്ട അപർണ ബാലമുരളിയുടെ ഒരു ഗംഭീര പാട്ടാണ് വരാൻ പോകുന്നത്. ഇത്രയൊക്കെ പറയാ പാടി തകർത്തോളൂ. ആരും കാണാതെ ആരോടും ചൊല്ലാതെ എന്നുള്ളിൽ പൂവിട്ടോരിഷ്ടം നീയേ. പോകും വഴിയെല്ലാം ചങ്ങാതിക്കാറ്റായി പിന്നാലെ ഞാനെന്നും കൂടുന്നില്ലേ. ചാരെ മൂളുന്ന സിന്ദൂരപ്രാവിൻ്റെ ഈണങ്ങൾ കാതോരം തേനാവുന്നു. ഓരോ നിമിഷത്തിൽ നീ എന്ന സ്വപ്നത്തിൽ ആനന്ദ തേരേറി പായുന്നുണ്ടോ കണ്ണേ കണ്ണേ. എന്നെക്കാളും നിന്നുള്ളിൽ നീ നിറഞ്ഞേ ശ്വാസമേ. ഞാനൊഴുകും പാതയിലായി കാലടികൾ മാത്രമേ. ആരും കാണാതെ ആരോടും ചൊല്ലാതെ എന്നുള്ളിൽ പൂവിട്ടോരിഷ്ടം നീയേ. പോകും വഴിയെല്ലാം ചങ്ങാതിക്കാറ്റായി പിന്നാലെ ഞാനെന്നും കൂടുന്നില്ലേ. നമ്മുടെ തമാശ ബസാറിൽ വന്ന് അള്ളു രാമേന്ദ്രന്റെ ഫുൾ ടീം ഇത്ര എനർജറ്റിക് ആയിട്ടുള്ള ഒരു ഗംഭീര ആഘോഷം തന്നെയായിരുന്നു. ഇതേ ആഘോഷം തിയേറ്ററിലും സംഭവിക്കട്ടെ. തിയേറ്ററുകൾ പൂരപ്പറമ്പാവട്ടെ എന്ന് തന്നെ ഞങ്ങൾ ആശംസിക്കുകയാണ്. അടിച്ചു പൊളിക്കട്ടെ. ഈ സിനിമ 100 days ഹിറ്റടിച്ച് പോട്ടെ എന്നാണ് ഞങ്ങളുടെ ആശംസ. അയ്യോ ജോലി വൈൻഡപ്പ് ചെയ്യല്ലേ. അയ്യോ ചാക്കോച്ചൻ എല്ലാവരും ഉണ്ടല്ലോ. ഹായ് നമസ്കാരം ചാക്കോച്ച. ഞാൻ ഭയങ്കര ഫാനാണ്. ജാന്തിനി, അയ്യോ എല്ലാവരും ഉണ്ട്. അതെ, ഞങ്ങള് ചാക്കോച്ചനെ കാണാൻ വേണ്ടി വന്നതാണ്. എന്നെ അറിയോ, ഞാൻ ഈ ഇവിടെ കോഫി ഷോപ്പ് നടത്തുന്നത്. ഞാൻ ഈ ബൊട്ടിക്കിന്റെ ഓണറാ, ഹണി. ഞങ്ങള് ചാക്കോച്ചന്റെ ഒരു ഹെൽപ്പ് ചോദിച്ചിട്ടാണ്. ഹെൽപ്പോ? വേറൊന്നുമല്ല, ഞങ്ങൾ ഈ ലക്ഷങ്ങൾ മുടക്കിയിട്ടാണ് ഈ കടയൊക്കെ എടുത്ത് ബിസിനസ് ഒക്കെ ചെയ്യണത്. പക്ഷെ
മോളിലേക്ക് ആരും വരുന്നില്ല. കാശൊന്നും ചോദിക്കല്ലേ? അയ്യോ, കാശ് വേണ്ട. കാശ് വേണ്ട. കാശ് വേണ്ട. അതല്ല. അതായത് ഞങ്ങളുടെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്. പാപ്പച്ച ഒന്ന് പറഞ്ഞേ. അത് ഈ മോളിന് പുറത്തെ ഞങ്ങളൊരു പഞ്ചർ കട തുടങ്ങിയാലോ എന്ന് ആലോചിക്കുകയാണ്. കുഴപ്പമില്ല, പഞ്ചറൊക്കെ ഓടിക്കാൻ അറിയോ? പിന്നെ അതെ പാപ്പച്ചൻ ഒട്ടിച്ചോളും. ഞാനാ കാലം കുറവേ പുള്ളി എന്റെ പുറകെ ഒട്ടി ഒട്ടി നിക്കാൻ തുടങ്ങി. അപ്പൊ പിന്നെ ഒട്ടിച്ചോളും. ഇതിൽ ഞാനെങ്ങനെ ഹെൽപ്പ് ചെയ്യേണ്ടത്? അല്ല, മോളിലേക്ക് ഒരുപാട് പേര് വരും. അപ്പൊ അവരുടെ വാഹനങ്ങളൊക്കെ ഒന്ന് അള്ളു വെച്ച് പഞ്ചറാക്കി തന്നാ മതി. ബാക്കി കാര്യം ഞങ്ങൾ ഏറ്റു. അതായത് ചാക്കോച്ചനും നിങ്ങൾ എല്ലാവരും ആണെന്നുണ്ടെങ്കിൽ അവർക്കൊരു ഡൗട്ടും തോന്നത്തില്ല. രാവിലെ അവർ വന്നു കഴിഞ്ഞാൽ അള്ളു വെച്ച് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം പോകാൻ പാടുള്ളൂ. അപ്പൊ ആ സമയത്ത് ഞങ്ങളുടെ ഷോപ്പിലൊക്കെ കയറി കച്ചവടവും നടക്കും. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പൊ രാവിലെ 9 മണിക്ക് വന്ന് ജോയിൻ ചെയ്യാ. ഒരു 11:30 ആവുമ്പോ ഞാൻ എന്റെ കോഫി ഷോപ്പിൽ നിന്ന് ഒരു പപ്സും ചായയും തരും. ജോലി കയറ്റി. തന്നെയല്ല, ചാക്കോച്ചന് എന്റെ ബൊട്ടീക്കിന്റെ വക ചാക്കോച്ചന്റെ വൈഫിന് നല്ലൊരു സാരിയും ബ്ലൗസും കൂടി ഞാൻ ഓഫർ പ്രൈസിൽ തരുന്നു. അല്ല, ഈ ബ്ലൗസ് എന്ന് പറയുമ്പോ ഈ ഒരു ലൈനിലുള്ള ബ്ലൗസ് ആയിരിക്കും. അല്ല, ഇത് കണക്കാക്കണ്ട. കാരണം ഞാൻ പറഞ്ഞല്ലോ, മോളൊക്കെ കച്ചവടം ഇത്തിരി നഷ്ടമായതുകൊണ്ട് ഇവിടെ AC ഇടുന്നില്ല. അപ്പൊ കാറ്റ് കയറാനായിട്ട് ഇങ്ങനെയൊക്കെ അപ്പൊ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യില്ലേ? ഹെൽപ്പ് ചെയ്യാം, തീർച്ചയായിട്ടും. കാരണം വേറൊരു കാര്യം കൂടി ഉണ്ട്. അള്ളു രാമേന്ദ്രൻ എന്ന സിനിമയിലെ ഭാഗമാണ് ഇവര് രണ്ടുപേരും പോലീസ് ക്യാരക്ടേഴ്സ് ആണ് ചെയ്യുന്നത്. രണ്ട് പോലീസുകാരായിരുന്നു. 2 പോലീസുകാരായിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഏതായാലും ഇപ്പോഴാണ് ശരിക്കും കോറം തേഞ്ഞല്ലേ? ഒരു മിനിറ്റ്, ഒരു കോള് വരുന്നുണ്ട്. ഹലോ, ആണോ? ഞാനിവിടെ ഒന്ന് അന്വേഷിക്കാം. ശരി, ഓക്കെ. അതെ, പാർക്കിങ്ങിൽ നിന്നാണ് വിളിച്ചത്. KL7 42B 4002 വണ്ടി ആരുടെയാണ്? എന്റെ വണ്ടിയാണ്. പണി തുടങ്ങി. നമ്മളിവിടെ വർത്താനം പറഞ്ഞു നിൽക്കുക, അവിടെ പണി തുടങ്ങി. ആരോ അള്ളു വെച്ചത് പഞ്ചറാക്കിന്ന്. അയ്യോ, അത് ഞങ്ങളല്ലാട്ടോ. ഞങ്ങളല്ല, സത്യമായിട്ടല്ല. നമ്മളെ ഐഡിയ പറഞ്ഞതേ ഉള്ളൂ. അപ്പോഴേക്കും അവിടെ പണി തുടങ്ങി. മുട്ട പപ്സ് കഴിച്ചോ? എന്തായാലും ജോലിക്ക്. എനിവേസ്, ഇപ്പോഴാണ് ഈ കുടുംബം ഒന്ന് കംപ്ലീറ്റ് ആയതും അതിന്റെ ഒരു ഹാപ്പിനെസിന്റെ കോറം തികഞ്ഞതും. സോ മൈ ജനറേഷൻ ഡിജിറ്റൽ ഹബ് തമാശ ബസാർ co-powered by Jipro അമേസിംഗ് സീലിംഗ് ഡിസൈൻസിന്റെ അടിപൊളി അള്ളു രാമേന്ദ്രൻ എപ്പിസോഡോട് വൈൻഡ് അപ്പ് ആവുകയാണ്. ഗുഡ് നൈറ്റ് ആൻഡ് ഗുഡ് ബൈ ഫ്രം അള്ളു രാമേന്ദ്രൻ ടീം. ഏത് നടിയുടെ കൂടെ അഭിനയിച്ചപ്പോഴാണ് കൺട്രോൾ പോയതാ ഇവള് ചോദിച്ചേക്കുന്നത്? ഞാൻ ചോദിച്ച ചോദ്യം ഒന്നല്ല കേട്ടോ. കൺട്രോൾ എന്ന് പറയുമ്പോൾ 2-3 രീതിയിലുള്ള കൺട്രോളുകൾ. ഞങ്ങൾ അത് തന്നെയാണ് മറ്റേ